കരൂരിൽ ടി.വി.കെ റാലിക്കിടെയുണ്ടായ ദുരന്തത്തിൽ ഒരാൾ കൂടി മരിച്ചു. ഇതോടെ മരണസംഖ്യ 40ആയി. സംഭവത്തിൽ സുതാര്യ അന്വേഷണം ആവശ്യപ്പെട്ട് വിജയുടെ പാർട്ടി ടി.വി.കെ ഹൈക്കോടതിയെ സമീപിക്കും. ശനിയാഴ്ച നടക്കാനിരുന്ന റാലി ഒഴിവാക്കാനും ടി.വി.കെ ഓൺലൈൻ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിജയും ദുരന്തത്തിനിരയായവർക്ക് സഹായം നൽകുമെന്ന് വ്യക്തമാക്കി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ വീതമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതേസമയം വിജയ്ക്കെതിരെ ഉടനടി നിയമ നടപടി വേണ്ടെന്നാണ് DMKയുടെ നിലപാട്. വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ വന്നതിന് ശേഷം നടപടികളിലേക്ക് കടക്കാനെന്നാണ് തീരുമാനം. അതേസമയം പോലീസ് ടി.വി.കെയുടെ മറ്റ് നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വിജയുടെ റാലികൾ റദ്ദാക്കണമെന്ന ഹർജി മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, സുപ്രധാനമാണ് തമിഴക രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ. ടി.വി.കെ സുതാര്യമായ അന്വേഷണം ആവശ്യപ്പെടുന്നു. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന അവർ പരോക്ഷമായെങ്കിലും സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. ഹൈക്കോടതി നടത്താൻ പോകുന്ന പരാമർശങ്ങളും ഇടപെടലുകളും നിർണായകമാണ്. ഇനി എപ്പോൾ ഹൈക്കോടതിയിൽ നിന്നൊരു പരാമർശമുണ്ടാകും? ഒപ്പം ഈ സംഭവത്തിന് ശേഷം അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടോ? സജിത്ത്, ഇനി എല്ലാം ഹൈക്കോടതിയുടെ തീരുമാനം അനുസരിച്ചാകും ഈ തമിഴക രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അല്ലെങ്കിൽ വിജയ് എന്ന താരത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ്റെ ഭാവി എല്ലാം ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കും. ഇപ്പോൾ 2 ഹർജികളാണ് പ്രധാനമായിട്ടും ഹൈക്കോടതിയിൽ പോയിട്ടുള്ളത്. ആദ്യത്തെ ഹർജി വിജയുടെ റാലികൾ അത് അടിയന്തരമായി എല്ലാ റാലികളും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ടി.വി.കെ റാലിയിൽ പരിക്കേറ്റ സെന്തിൽ കണ്ണൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ നൽകിയിട്ടുള്ള ഹർജിയാണ്. ആ ഹർജി നിലവിൽ മദ്രാസ് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തീരുമാനം ഉടൻ തന്നെ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൽ വിജയുടെ ടി.വി.കെ പാർട്ടി സമർപ്പിച്ചിട്ടുള്ള ഹർജിയാണ്. അതായത് ഇതിൽ അവർ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ഇതിലവർ പറയുന്നത് ഈ റാലിയിൽ ഈ ദുരന്തമുണ്ടാകാൻ വേണ്ടി അത് ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശിയത്. അതുമാത്രമല്ല ടി.വി.കെ പ്രവർത്തകർക്ക് നേരെ കല്ലേറ് ഉണ്ടായതായിട്ടും ഇത്തരത്തിൽ വിജയുടെ പാർട്ടി ടി.വി.കെ നൽകിയിട്ടുള്ള ഈ ഹർജിയിൽ പറയുന്നു. ഈ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ വിജയുടെ ഈ ആരോപണങ്ങൾ, ഈ ടി.വി.കെ ഇപ്പോൾ നിലവിൽ നടത്തിയിട്ടുള്ള ഈ ആരോപണങ്ങൾ അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് തമിഴ്നാട് ADGP. അദ്ദേഹം ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പേ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾ ചോദ്യങ്ങളായി ADGPയോട് ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്നതിനിടെ പറഞ്ഞത് പോലീസുകാർ പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല, കൈകൊണ്ട് തള്ളി മാറ്റുക മാത്രമാണ് ചെയ്തത്. അതുപോലെ തന്നെ കല്ലേറുണ്ടായിട്ടില്ല. ഇത്തരത്തിൽ ഈ സംഭവം നടന്നതായിട്ട് യാതൊരുവിധ തെളിവുമില്ലെന്ന് പറയുന്നുണ്ട്. അതുപോലെ ടി.വി.കെ ഉന്നയിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപ് പ്രദേശത്ത് പവർ കട്ട് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ആരോപണം. എന്നാൽ ഇക്കാര്യത്തിൽ ADGP മറുപടി പറഞ്ഞിട്ടില്ല. എന്നാൽ തമിഴ്നാട് വൈദ്യുതി ബോർഡ് ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. തമിഴ്നാട് വൈദ്യുതി ബോർഡ് പറഞ്ഞത് ചില പ്രവർത്തകർ അപകടകരമായിട്ടുള്ള രീതിയിൽ ലൈൻ കമ്പികളിൽ തട്ടുമെന്നുള്ള രീതിയിൽ മരത്തിൻ്റെ മുകളിലും അതുപോലെ തന്നെ ചില കെട്ടിടങ്ങൾക്ക് മുകളിലും കയറിപ്പറ്റാൻ ശ്രമം നടത്തിയിരുന്നു. ഇവരെ താഴെ എത്തിക്കാൻ വേണ്ടി, സുരക്ഷിതമായി ഇവരെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം മാത്രം വൈദ്യുതി കട്ട് ചെയ്യുകയായിരുന്നു. എന്നാൽ വിജയ് സംസാരിച്ചു തുടങ്ങിയ സമയത്ത് ഈ സമയത്ത് വൈദ്യുതി ഓഫ് ചെയ്യുന്ന നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ സമയത്ത് പവർ കട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വൈദ്യുതി ബോർഡ് നിലവിൽ മറുപടി അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ വിജയുടെ ഈ റാലിയുടെ ഭാവിയെല്ലാം ഇരിക്കുന്നത് ഹൈക്കോടതിയുടെ തീരുമാനം അനുസരിച്ചാണ്. ഇപ്പോൾ നിലവിൽ ഈ റാലികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി ഉടൻ തന്നെ തീരുമാനം അറിയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ അടുത്ത ആഴ്ച നീലഗിരി അതുപോലെ തന്നെ കോയമ്പത്തൂർ ജില്ലകളിൽ വിജയ് റാലി നടത്താൻ തീരുമാനിച്ചിരുന്നു. ഈ റാലികൾ നിലവിൽ പാർട്ടി ഇപ്പോൾ ഓൺലൈനിൽ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൻ്റെ തീരുമാനം അടിസ്ഥാനമാക്കി ഈ 2 റാലികളും നിലവിൽ നിർത്തിവെച്ചിട്ടുണ്ട്. നിലവിൽ ഇത് നടത്തണ്ട എന്നാണ് തീരുമാനം. ഇനി വിജയുടെ റാലി സംസ്ഥാനത്ത് നടക്കാനുള്ളത് 31 സ്ഥലങ്ങളിലാണ്. അതിനുശേഷം മധുരയിലാണ് ഇതിൻ്റെ സമാപനം നിശ്ചയിച്ചിരുന്നത്. ഇനി 31 സ്ഥലങ്ങളിലെ റാലി നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി മദ്രാസ് ഹൈക്കോടതിയുടെ തീരുമാനവും അതുപോലെ തന്നെ ഇനി പോലീസിൻ്റെയും അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ മറ്റ് നീക്കങ്ങളെല്ലാം അനുസരിച്ച് പാർട്ടി നേതൃയോഗമായിരിക്കും തീരുമാനമെടുക്കുക. നിലവിൽ സംസ്ഥാന സർക്കാർ ഈ വിജയ്ക്കെതിരെ, ഈ പാർട്ടി നേതാവ് വിജയ്ക്കെതിരെ
വിജയ്ക്കെതിരെ നിയമ നടപടികൾ വേണ്ട, പോലീസ് അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ വിജയെ അറസ്റ്റ് ചെയ്താൽ ഉണ്ടായേക്കാവുന്ന കടുത്ത ഒരു നീക്കങ്ങൾ അതെല്ലാം ഉദ്ദേശിച്ചായിരിക്കും ഇവർ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ കൂടുതൽ പ്രവർത്തകർക്കെതിരെ TVK നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നിവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അതുപോലെ തന്നെ മനഃപൂർവ്വം ആളുകളെ ദേഹോദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് പോലീസ് വിവിധ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കരൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെ നേരത്തെ തന്നെ കേസെടുത്തതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിലവിൽ ഈ 3 നേതാക്കൾക്കെതിരെ മാത്രമേ പോലീസ് കേസെടുത്തിട്ടുള്ളൂ. മറ്റ് നടപടികളിലേക്ക് പോലീസ് നിലവിൽ കടന്നിട്ടില്ല. സജിത്ത്, അതാണ് സാഹചര്യം. ഇതിനിടയിൽ വിജയുടെ റാലിക്കിടെ കല്ലേറും ലാത്തി ചാർജും ഉണ്ടായതാണ് TVKയുടെ ആരോപണം. ഈ വാദം തള്ളുകയാണ് തമിഴ്നാട് പോലീസ്. തമിഴ്നാട് AGPയുടെ വാക്കുകൾ എങ്ങനെയാണ്? കനത്ത ചൂട് കാരണമാണ് ആളുകൾ കുഴഞ്ഞു വീണത്. റാലിക്ക് മതിയായ പോലീസ് സംരക്ഷണം ഒരുക്കിയിരുന്നുവെന്നും വേദി മാറ്റണമെന്ന നിർദ്ദേശം TVK അംഗീകരിച്ചില്ലെന്നുമാണ് ADGP ഡേവിഡ്സന്റെ വാക്കുകൾ. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. Yeah, we were able to handle. See, otherwise the leader could not have reached that place. We were able to bring the leader up to that point only because police was able to handle it. But what happened at that place is a subject for the examination by the commission. After seeing the road, did you suggest police officers enough, sir, according to you? Yes, for me it's enough. Yes, at that point of time, at that place was enough. Yeah. Did you talking about power cuts, which led That already was informed by the EB officers. Okay, right? Sir, did you suggest the leader to have the speech at another point before coming to the area? I think they've already been meeting people along the way. Right from the time they entered the district border, they were waving at the crowd along the route and just shaking hands with people. And in some places, in other places, they have also gone down and spoken to them. Yeah. See, this is actually after the leader started speaking. After he started speaking, then some people have become, the push has gone very close to the vehicle. That's the time probably. No, because this is something which have to be investigated, which the commission has to find out. So we can't say much about it actually. അതാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഇതിൽ ഗൂഢാലോചന, പോലീസിന്റെ വീഴ്ച അടക്കമുള്ള ആരോപണങ്ങൾ അവർ തള്ളുകയാണ് ചെയ്യുന്നത്. എന്തായാലും എല്ലാ കണ്ണുകളും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലേക്ക് നൽകുകയാണ്. ഹൈക്കോടതി നിർദ്ദേശമായിരിക്കും ഇനി ഇക്കാര്യത്തിൽ നിർണായകമാവുക. ഇവിടെ ഉയരുന്ന ചോദ്യം ഇതാണ്: വിജയെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യം കൂടിയാണ്. മുമ്പ് നേരത്തെ തെലങ്കാനയിൽ ഒരു സമാന സംഭവം ഒരു ചിത്രത്തിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോൾ സിനിമാ താരത്തിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. അത്തരമൊരു നീക്കം പക്ഷേ തമിഴ്നാട്ടിൽ സാധ്യതയുണ്ടോ? അതിന് സാധ്യതയില്ല എന്നാണ് DMK കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. കാരണം ആ നീക്കം രാഷ്ട്രീയപരമായി ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തൽ കൂടി അവർക്കുണ്ട്. ഞങ്ങളുടെ തമിഴ്നാട് പ്രതിനിധി സജയകുമാർ കൂടി ചേരുന്നു. സജയകുമാർ, ഈ വിഷയത്തിൽ DMKയുടെ രാഷ്ട്രീയ തീരുമാനമാണോ നിർണായകമാവുക? ഹൈക്കോടതി നിരീക്ഷണം ഉണ്ടാവട്ടെ, അതിനുശേഷം വിജയ്ക്കെതിരെ ഒരു നീക്കം മതി എന്നതാണോ തീരുമാനം? കാരണം 40 പേരുടെ മരണം ജീവനെടുത്ത ഒരു വലിയ വിവാദമാണ്. അതിൻ്റെ സംഘാടകർ സ്വാഭാവികമായും നിയമ നടപടികൾ നേരിടേണ്ടി വരും. സാധാരണ രീതിയിൽ സംഘാടകർക്കെതിരെ അറസ്റ്റ് ഉണ്ടാവേണ്ടതാണ്. ഈ വിഷയത്തിൽ കോടതി തീരുമാനം വരട്ടെ എന്ന തീരുമാനമെടുക്കാൻ കാരണം എന്താണ് സർക്കാരിൻ്റേത്? ചില രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണോ ഇക്കാര്യത്തിൽ തീരുമാനം വഹിക്കുന്നത്? സജിത്, തീർച്ചയായും. അതായത് DMK സർക്കാർ നേരിട്ട് വിജയ് അറസ്റ്റ് ചെയ്യുന്നത് പോലുള്ള നടപടിയിലേക്ക് നീങ്ങിയാൽ രാഷ്ട്രീയമായി പല വിമർശനങ്ങളും സർക്കാർ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തായിരിക്കാം ഇപ്പോൾ വിരമിച്ച ജഡ്ജി അരുണ ജഗദീശനെ അന്വേഷണ കമ്മീഷനായി, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനായി നിയമിച്ച് അവർ ഇപ്പോൾ സംഭവ സ്ഥലത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സംഭവം നടന്ന സ്ഥലത്ത് അവർ വീക്ഷണം നടത്തുകയും അവരുടെ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ പറയുന്നത്. അതായത് വിജയ് അറസ്റ്റ് ഉണ്ടാവുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സ്റ്റാലിൻ പറഞ്ഞ മറുപടി രാവിലെ ഇതായിരുന്നു: ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതുപോലുള്ള തീരുമാനങ്ങൾ അടുത്ത തീരുമാനങ്ങൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. എങ്കിലും അതുപോലെ തന്നെ വിജയുടെ ഭാഗത്ത് നിന്ന് ചെന്നൈ ഹൈക്കോടതിക്ക് ഒരു ഹർജി ജഡ്ജിന്റെ വീട്ടിൽ നേരിട്ട് ചെന്ന് സമർപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഹർജി വാദം നാളെ ചെന്നൈ ഹൈക്കോടതി മധുര ബെഞ്ച് നാളെ കേൾക്കാനിരിക്കുകയാണ്. അതിന്റെ വിധി വന്നതിന് ശേഷം തന്നെ അടുത്ത ഘട്ട നടപടിയിലേക്ക് സർക്കാർ നീങ്ങുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പോലീസ് അന്വേഷണത്തിനായി ഒരു അന്വേഷണ കമ്മീഷനെയും സർക്കാർ നിയമിച്ചിട്ടുണ്ട്. ഒരു IG-യുടെ നേതൃത്വത്തിൽ ഒരു ടീമിനെ തന്നെ നിയോഗിച്ചിരിക്കുന്നു. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടും കൂടി വന്നതിന് ശേഷമേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വിജയ്ക്കെതിരായി എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിജയുടെ ഭാഗത്തും കോടതിയെ സമീപിച്ചതും അതുകൊണ്ടാണ്. അതായത് പല ഗൂഢ
ഗൂഢാലോചനകളും വിജയുടെ റാലിക്കെതിരായി നേരത്തെ തന്നെ DMK നടത്തുന്നു എന്ന ആരോപണം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ വിജയ് നേരത്തെ സമീപിച്ചിരിക്കുന്നത്. അവിടുത്തെ സംഭവ സ്ഥലത്തുള്ള CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കും എന്നുള്ള ഒരു ഉത്കണ്ഠ വിജയുടെ പാർട്ടിക്കുണ്ട്. അതുകൊണ്ടാവാം ഹർജിയിൽ ഇതിനെ കൂടെ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാതെ കോടതി സൂക്ഷിക്കുക എന്നുള്ള ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി തന്നെ നാളെ കോടതി ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ അടുത്ത കോടതിയുടെ തീരുമാനം എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷമേ വിജയുടെ അടുത്ത രാഷ്ട്രീയ ഭാവി എന്തെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. സജിത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും TVK എന്ന വിജയുടെ രാഷ്ട്രീയ പാർട്ടി അസാധാരണമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. 2 വർഷം മാത്രം രൂപീകരിച്ചതിന് ശേഷമായ രാഷ്ട്രീയ പാർട്ടിക്ക് തൽക്കാലമെങ്കിലും വലിയ വിവാദമുണ്ടാക്കുന്നതാണ്, പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ. 40 പേരുടെ മരണത്തിനിടയാക്കിയ റാലി എന്തായാലും തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഇതിലെന്ത് പ്രതിസന്ധി എന്നാണ് ചോദ്യം. എന്തായാലും ഹൈക്കോടതി ഉത്തരവ് വരട്ടെ, അതിനുശേഷം തുടർ നീക്കമെന്നതാണ്. ഇപ്പോഴൊരു അറസ്റ്റ് ഉണ്ടായാൽ അത് രാഷ്ട്രീയപരമായി വിജയ് നേട്ടമാക്കും എന്ന സംശയം കൂടി അവിടെ DMK സർക്കാരിനുണ്ട്. ആ ഒരു ജാഗ്രത കൂടി അവർ കാട്ടുകയാണ്. അവിടെ തിരുച്ചിറപ്പള്ളിയിലെ ആദ്യ റാലി മുതൽ പ്രകടമായിരുന്നു സംഘാടനത്തിലെ വീഴ്ചകൾ. വിജയ് എത്തുന്നിടത്ത് ജനസാഗരം ഇരുമ്പിയെത്തുമെന്നത് വ്യക്തമാണ്. എന്നിട്ടും ക്രമീകരണങ്ങളൊന്നും നടത്താൻ TVK തയ്യാറായില്ല. നിർദ്ദേശങ്ങൾ നൽകിയതല്ലാതെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പോലീസും ഉറപ്പാക്കിയില്ല. വീഴ്ച ആരുടെ ഭാഗത്താണ്? നോക്കാം. തങ്ങളുടെ പ്രിയ ആരാധനമൂർത്തിയെ കാണാൻ പൊള്ളുന്ന വെയിലിൽ ദാഹജലം പോലും കുടിക്കാതെ മണിക്കൂറുകൾ കാത്തുനിന്നത് 2 ലക്ഷത്തോളം ജനങ്ങളാണ്. സിനിമയിൽ ഒരു നാടിനെ മുഴുവൻ ഒറ്റയടിക്ക് രക്ഷിക്കുന്ന സൂപ്പർ ഹീറോ തങ്ങളുടെ എല്ലാം ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് അന്ധമായി വിശ്വസിച്ച, ഇപ്പോഴും വിശ്വസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ. ജനങ്ങളുടെ തായ്മാമൻ, അതായത് അമ്മാവൻ എന്നാണ് രാഷ്ട്രീയക്കാരനായ ദളപതിയെ വിശേഷിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് മാറ്റം കൊണ്ടുവരാൻ വിജയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് യുവാക്കളിൽ ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നു. വിജയ് എത്തുന്നിടത്ത് കൂട്ടമായി മാറുന്നതിൽ ഭൂരിപക്ഷവും ചെറുപ്പക്കാർ തന്നെ. കൈക്കുഞ്ഞുങ്ങളും കുട്ടികളുമായി അടക്കം വന്നവർക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ: വിജയിയെ, തങ്ങളുടെ നായകനെ ഒരു നോക്ക് കാണുക, അത്രമാത്രം. വെള്ളിത്തിരയിൽ കോരിത്തെരിപ്പിക്കുന്ന വിജയ്ക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോഴും ഒരു താരത്തിനപ്പുറം രാഷ്ട്രീയക്കാരനാകാൻ സാധിക്കാതെ പോയി എന്നാണ് എതിർചേരികൾ വിമർശിക്കുന്നത്. രാഷ്ട്രീയത്തിലും സംഘാടനത്തിലുമുള്ള പരിചയക്കുറവ് വിജയുടെ എല്ലാ പരിപാടികളിലും പ്രകടമാണ്. തനി സിനിമ സ്റ്റൈൽ ആഘോഷങ്ങളും ആവേശങ്ങളുമാണ് വിജയുടെ ശൈലി. കോരിത്തെരിപ്പിക്കുന്ന പ്രസംഗങ്ങളും എതിർ പാർട്ടികളെ സിനിമാ ഡയലോഗുകളെ വെല്ലുന്ന ഡയലോഗുകൾ കൊണ്ട് വിമർശിക്കുകയും ചെയ്യുന്ന വിജയിയെ കാണാറുണ്ട് പലപ്പോഴും നമ്മൾ. അത് വിജയ് ആരാധകരെ സ്വാധീനിക്കാറുമുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിന് അതിനപ്പുറം ഉത്തരവാദിത്തമുണ്ടെന്ന് വിജയ് മറന്നുപോയോ? എവിടെയാണ് വിജയ്ക്ക് പാളിയത്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ് നടത്തുന്ന സംസ്ഥാനതല പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു കരൂരിലെ റാലി. സെപ്റ്റംബർ 13 തിരുച്ചിറപ്പള്ളിയിൽ നിന്നായിരുന്നു തുടക്കം. അന്നത്തെ ആദ്യ പര്യടനത്തിൽ തന്നെ പാളിച്ചകളുടെ ഒരു വലിയ ഘോഷയാത്ര ഉണ്ടായിരുന്നു. രാവിലെ 10:35-നും 11-നും ഇടയ്ക്ക് പരിപാടിയുടെ ഉദ്ഘാടന സദസ്സിൽ എത്തുമെന്ന് പറഞ്ഞ വിജയ് എത്തിയത് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ്. കാരണം ഈ വലിയ തിരക്ക് തന്നെ. എയർപോർട്ട് മുതൽ തുടങ്ങിയ ജനാവലി വഴി നീളെ തിങ്ങി നിറഞ്ഞു. തിരുച്ചിറപ്പള്ളിയിൽ ചത്തിരം ബസ് സ്റ്റാൻഡാണ് ഉദ്ഘാടന വേദിയായി TVK ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അതിന് പോലീസ് അനുമതി നൽകിയില്ല. കാരണം ഈ തിരക്കിനെ ഉൾക്കൊള്ളാനുള്ള സ്ഥലപരിമിതിയായിരുന്നു. പിന്നീട് മറക്കടൈ ഗാന്ധി മാർക്കറ്റിൽ പരിപാടി നടന്നു. അന്ന് അനിയന്ത്രിതമായി ജനസാഗരം ഒഴുകിയെത്തുകയും പേരമ്പല്ലൂരിലെ റാലി കഴിഞ്ഞ് നടക്കേണ്ടിയിരുന്ന അരിയല്ലൂർ റാലി ക്യാൻസൽ ചെയ്ത് വിജയ്ക്ക് മടങ്ങേണ്ടി വന്നതും ഈ തിരക്ക് കാരണം പോലീസ് നിർദ്ദേശപ്രകാരമായിരുന്നു. തുടർന്നാണ് പോലീസ് 25 മാർഗനിർദ്ദേശങ്ങൾ വിജയിയുടെ സംസ്ഥാന പര്യടനവുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. റോഡ് ഷോകൾ, സ്വീകരണങ്ങൾ, വാഹന വ്യൂഹങ്ങൾ എന്നിവയ്ക്ക് കർശന നിയന്ത്രണമായിരുന്നു. തുറസായ മൈതാനങ്ങളിൽ വെച്ചല്ലാതെ പരിപാടികൾ നടത്താൻ പാടില്ല എന്നതായിരുന്നു അതിൽ പ്രധാനം. റോഡ് ഷോ പാടില്ല എന്ന നിർദ്ദേശം ഇരിക്കെയാണ് കരൂരിൽ വിജയുടെ റോഡ് ഷോ നടന്നത്. പകൽ സമയത്ത് മാത്രമേ പരിപാടി പാടുള്ളൂ എന്നതായിരുന്നു മറ്റൊരു നിർദ്ദേശം. രാവിലെ 10-നും 11-നും ഇടയിൽ നടക്കണമെന്ന് നിർദ്ദേശിച്ച പരിപാടി സ്ഥലത്ത് വിജയ് എത്തിയത് രാത്രി 7:40-നാണ്. രാവിലെ 10 മണി മുതൽ ആളുകൾ കാത്തുനിൽക്കാൻ തുടങ്ങിയതാണ്. 12 മണിക്ക് വിജയ് എത്തുമെന്ന് പറഞ്ഞിരുന്നു. രാവിലെ മുതൽ വിജയെ കാത്ത് പൊരിവേലിൽ വെള്ളം പോലും കുടിക്കാതെ ജനങ്ങൾ കാത്തിരുന്നു. കരൂരിൽ തുറസായ സ്ഥലത്ത് റാലി നടത്തണമെന്ന ആവശ്യം TVK ഭാരവാഹികൾ നിരസിച്ചതായി
മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. സ്ഥലത്ത് കുടിവെള്ളം നൽകാൻ ക്രമീകരണങ്ങളില്ലായിരുന്നു. തുറന്ന മൈതാനമാണെങ്കിൽ കൂടുതൽ സുരക്ഷിതമായേനെ എന്ന നിർദ്ദേശം സംഘാടകർ അംഗീകരിച്ചില്ല. പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ പാർട്ടി തന്നെ ബാരിക്കേഡുകൾ സ്ഥാപിക്കണമെന്നും പോലീസ് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഒന്നും ചെയ്തിരുന്നില്ല. പാർക്കിംഗ് സൗകര്യം വേണമെന്നിരിക്കെ വേലുച്ചാമിപുരത്തെ ബൈപ്പാസിൽ ആളുകൾക്ക് നിന്ന് തിരിയാൻ പോലും ഇടമുണ്ടായിരുന്നില്ല. നേരത്തെ പോലീസ് ആവശ്യപ്പെട്ട നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ടി.വി.കെ കോടതിയെ സമീപിച്ചപ്പോൾ കോടതി തന്നെ നിർദ്ദേശിച്ച കാര്യമായിരുന്നു ഗർഭിണികളും കുട്ടികളും പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്നത്. എന്നാൽ തമിഴക വെട്രി കഴകം ഈ നിർദ്ദേശം ജനങ്ങളോട് ഉയർത്തിയില്ല. എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. കരൂരിലെ ദുരന്തത്തിൽ ഗർഭിണികൾക്കും കുട്ടികൾക്കും അടക്കമാണ് ജീവൻ നഷ്ടമായത്. ആംബുലൻസിന് എത്താൻ തടസ്സം പാടില്ല എന്നിരിക്കെ ആംബുലൻസിന് ആളുകൾ കുഴഞ്ഞു വീണ സ്ഥലത്തേക്ക് എത്താൻ ക്രമീകരണം ഉണ്ടായില്ല. കൂടാതെ ആംബുലൻസ് എത്തിയപ്പോൾ വിജയ് അത് തന്റെ പരിപാടി തടസ്സപ്പെടുത്താൻ മറ്റ് പാർട്ടികൾ ഏർപ്പെടുത്തിയ രാഷ്ട്രീയ കളിയായി പരിഹസിക്കുകയും ചെയ്തു. എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും വിജയ്ക്ക് സാധിക്കാതെ പോയി. കുടിവെള്ളം പോലും ഇല്ലാതെ വലഞ്ഞ ജനമാണ് തനിക്ക് ചുറ്റും നിൽക്കുന്നത് എന്നും വിജയ്ക്ക് മനസ്സിലായത് ജനങ്ങൾ കുഴഞ്ഞു വീണപ്പോഴായിരുന്നു. തന്റെ കയ്യിലിരുന്ന കുപ്പിവെള്ളം ജനങ്ങൾക്ക് നേരെ എറിയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇവർക്ക് വെള്ളം കൊടുക്കൂ എന്ന് വിജയ് മൈക്കിൽ കൂടി പറയുന്നുമുണ്ട്. വിജയ് എറിഞ്ഞ കുപ്പി പിടിക്കാൻ ജനങ്ങൾ ശ്രമിച്ചതും ഈ അപകടത്തിന്റെ ആക്കം കൂട്ടിയിട്ടുണ്ട്. അഗ്നിരക്ഷാ സംവിധാനം സജ്ജമായിരുന്നുവെങ്കിലും ജനബാഹുല്യം കാരണം അവർക്ക് പ്രവർത്തിക്കാനായില്ല എന്ന് മാത്രമല്ല, ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാണ് ജനങ്ങൾ മരത്തിന് മുകളിലും കെട്ടിടത്തിന് മുകളിലുമൊക്കെ കയറിയിരുന്നത്. താൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ തന്നെ കാണാൻ ജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുമെന്നറിയാവുന്ന വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ ഒരു മുൻകരുതൽ എടുക്കുകയോ ഉത്തരവാദിത്തം കാണിക്കുകയോ ചെയ്തില്ല. മാത്രമല്ല, പോലീസ് നിയന്ത്രണങ്ങൾ തന്റെ രാഷ്ട്രീയ പരിപാടി തകർക്കാനുള്ള ശ്രമമായി വിജയ് വ്യാഖ്യാനിക്കുകയും ചെയ്തു. ജനങ്ങളുടെ സുരക്ഷയും വികാരത്തെയും നിസാരവൽക്കരിക്കുകയാണ് ഉണ്ടായത്. കൺമുന്നിൽ ദുരന്തമുണ്ടായപ്പോൾ അവർക്കൊപ്പം നിൽക്കാതെ തൽക്ഷണം ഫ്ലൈറ്റിൽ ചെന്നൈക്ക് പറന്ന വിജയിയെ വിമർശിക്കുന്നത് എതിർ പാർട്ടികൾ മാത്രമല്ല, അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾ കൂടിയാണ്. ഇനി വിജയ് എത്തിയാൽ ചെരുപ്പെറിയുമെന്ന് വരെ അവർ പറയുന്നു. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ അടക്കം എല്ലാ പ്രധാന പാർട്ടി നേതാക്കളും കരൂരിലേക്ക് എത്തിയപ്പോഴാണ് വിജയും ടി.വി.കെ. നേതാക്കളും കരൂരിൽ നിന്ന് ഒളിച്ചോടിയത്. പോലീസിന്റെ ഭാഗത്തെ വീഴ്ചയും മറച്ചുവെക്കാനാകില്ല. നിർദ്ദേശങ്ങൾ നൽകിയെന്നല്ലാതെ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പോലീസ് ഉറപ്പുവരുത്തിയില്ല. മാധ്യമങ്ങളെ കണ്ട തമിഴ്നാട് DGP പറഞ്ഞത് അനുമതി നൽകിയത് 10,000 പേർക്കാണ്, കൂടിപ്പോയാൽ 20,000 പേരെ പ്രതീക്ഷിച്ചുവെന്ന്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 500 പോലീസുകാർ മാത്രമാണ് നിയന്ത്രണത്തിന് ഉണ്ടായിരുന്നത് എന്ന്. അപകടത്തിൽ പരിക്കേറ്റവരിൽ നിരവധി പോലീസുകാരുമുണ്ട്. വിജയുടെ വാഹനത്തിന് പിന്നാലെ ജനങ്ങൾ നടന്നും സ്വകാര്യ വാഹനങ്ങളിലും സഞ്ചരിച്ചതാണ് തിരക്ക് വർദ്ധിപ്പിച്ചത്. ഇത് തടയാൻ പോലീസ് ഇടപെട്ടില്ല. ഒപ്പം തിരക്കിന് നേരെ പോലീസ് ലാത്തി വീശിയെന്ന റിപ്പോർട്ടുമുണ്ട്. ആൾക്കൂട്ടത്തിന് നേരെ ലാത്തി വീശിയാലും വലിയ അപകടം സംഭവിക്കാം. ഒഴുകിയെത്തിയ ജനസാഗരത്തെ നിയന്ത്രിക്കാനാകാത്തതാണ് ദുരന്തത്തിലേക്ക് നയിച്ചത്. ടി.വി.കെയ്ക്കും വിജയ്ക്കും പോലീസിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം നിർണായകമാണ്. ആ നിരീക്ഷണം വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. ഒപ്പം ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. പോലീസും സമാന്തരമായ അന്വേഷണമുണ്ട്. വരും ദിവസങ്ങളിൽ പക്ഷേ ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ ചെറുതല്ല. വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം തുടർ നീക്കങ്ങൾ.